ഈ ചൂട് കൂടുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി കൂടുതൽ ശീതള പാനീയങ്ങൾ കുടിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സ്വഭാവം പാടില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ ഈ ഒരു ഘട്ടത്തിൽ വെള്ളത്തിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഏതായാലും ഈ വെള്ളത്തിന്റെ കാര്യം, കുടിവെള്ളത്തിന്റെ കാര്യം പറയുമ്പോഴാണ് കടുത്ത വേനലിൽ ആളുകൾ ഇങ്ങനെ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ അമ്പലപ്പുഴയിലേക്ക് വന്നാൽ അവിടെ ശുദ്ധീകരിച്ച കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി എന്ന കാഴ്ച കാണാം. നാട്ടുകാർ പരാതിപ്പെട്ടു, പക്ഷേ എന്നിട്ടും പരിഹാരം കാണാൻ അധികൃതർ തയ്യാറായിട്ടില്ല. വാട്ടർ അതോറിറ്റിയിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ളൊരു തർക്കമാണ് വെള്ളം ഇങ്ങനെ റോഡിൽ പാഴാകാൻ കാരണമെന്നാണ് അറിയുന്നത്. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളമാണിത്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ തകഴി ആശുപത്രി ജംഗ്ഷന് സമീപം ഈ കാഴ്ച തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ആലപ്പുഴ കുടിവെള്ള പദ്ധതിയിൽ കരുമാടിയിലെ പ്ലാന്റിൽ നിന്ന് ശുദ്ധീകരിച്ച വെള്ളമാണ് ഈ രീതിയിൽ പാഴാകുന്നത്. തകഴി പഞ്ചായത്തിലെ 5 വാർഡുകളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കുടിവെള്ളം ഈ രീതിയിൽ നടു റോഡിൽ പാഴാകാൻ തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും ഇത് പരിഹരിക്കേണ്ട അധികൃതർ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പൈപ്പ് ലൈൻ പൊട്ടി ദിവസവും ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം റോഡിലൂടെ ഒഴുകി സമീപത്തെ പുരയിടത്തിൽ നിറയുകയാണ്. രണ്ടര മാസം കഴിഞ്ഞു പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. വേണ്ടപ്പെട്ട അധികാരിയെ നമ്മൾ വിളിച്ചു പറയും. അതിൻ്റെ അധികാരികൾ ഇവിടെ വന്ന് നോക്കിയിട്ട് ഇന്ന് ചെയ്യും നാളെ ചെയ്യുമെന്ന് പറയുന്നത്. നമ്മുടെ പട്ടത്താനത്തുനിന്നത് ശുദ്ധീകരിച്ച വെള്ളമാണ്. ഇവിടെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വാർഡിൽ 14-ാം വാർഡിൽ ഇതിൻ്റെ അതോറിറ്റിക്ക് വാട്ടർ അതോറിറ്റി ഇപ്പോൾ 2-ആണെന്ന് പറയുന്നത് സാറേ വിഭജനം ചെയ്തിരിക്കുകയാണ്. ഇത് മെക്കാനിക്കൽ സെക്ഷനുണ്ട്, പൈപ്പ് ഇടുന്ന സെക്ഷനുണ്ടെന്ന് നമ്മൾ വിളിച്ചപ്പോഴൊക്കെ അവർ പറയുന്നത്. മെക്കാനിക്കൽ സെക്ഷൻ പൈപ്പ് ഇടുന്നവർ നോക്കിയാൽ നന്നാക്കി തരണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിക്കുവാൻ ഒരു തുള്ളി വെള്ളം പോലും 14-ാം വാർഡിൽ കിട്ടുന്നില്ല പല വീടുകളിലും. വാട്ടർ അതോറിറ്റിയിലെ മെക്കാനിക്കൽ വിഭാഗവും പൈപ്പ് സ്ഥാപിച്ച വിഭാഗവും തമ്മിലുള്ള തർക്കമാണ് പൈപ്പ് പൊട്ടിയത് പരിഹരിക്കാൻ കഴിയാതെ പോകുന്നതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. 70 കോടി രൂപ ചെലവിൽ ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ച അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലെ പല ഭാഗങ്ങളും വാട്ടർ അതോറിറ്റിയുടെ ഇത്തരത്തിലുള്ള അനാസ്ഥ മൂലം തകരുകയാണ്. വൻതോതിൽ കുടിവെള്ളം പാഴാകുമ്പോഴും പണം മുടക്കി കുടിവെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. ജനം, ആലപ്പുഴ.